രാഷ്ട്രീയ ചെറ്റത്തരം എന്ന പരാമർശത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിക്കാതെ ജി സുധാകരൻ. മാധ്യമപ്രവർത്തകൻ പിശക് ചോദ്യം ചോദിച്ചു. ലീഡിംഗ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പാടില്ല എന്നത് സാധാരണ നിയമമാണെന്നും സുധാകരൻ പ്രതികരിച്ചു. ടോണി ലൂക്കോസ് മുഖ്യമന്ത്രിയോട് എനിക്കെതിരെ പറയാൻ വേണ്ടി ഒരു ചോദ്യം ചോദിച്ചല്ലോ. എനിക്കെതിരെ പറയാൻ വേണ്ടി ലീഡിംഗ് ക്വസ്റ്റ്യൻ ചോദിക്കാമെന്ന് പറയും. ആൻസർ അതിലുണ്ട്. അത് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞു. അതുപോലെ എന്നോട് ചോദിക്കണ്ട. ജി സുധാകരൻ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചത് തലകീഴായാണെന്ന എ വിജയരാഘവന്റെ പരാമർശത്തിനും സുധാകരൻ മറുപടി നൽകി. നേരെ പിടിച്ച് വായിച്ചാണ് വിജയരാഘവന് ഈ ഗതിയിലെത്തിയതെന്ന് സുധാകരൻ പരിഹസിച്ചു. അദ്ദേഹം നേരെ പിടിച്ച് വായിച്ചുകൊണ്ടാണ് ഞാനായിപ്പോയത്. അദ്ദേഹം ഇവിടെ ഒരു 10 മിനിറ്റൊക്കെ പ്രസംഗിച്ചാൽ എനിക്ക് 5000 വോട്ട് കൂടും. ഇതാ പ്രസംഗം. അമ്പലപ്പുഴയൊന്നും വിജയരാഘവൻ അറിയില്ല. ആലപ്പുഴ കമ്മിറ്റി കൂടാൻ വന്നിട്ടേ ഉള്ളൂ ചാർജായിട്ട്. നാടിനെ പറ്റിയൊന്നും അറിയില്ല. അതുകൊണ്ട് വിജയരാഘവൻ എന്തെങ്കിലും പറഞ്ഞിട്ട് പൊക്കോട്ടെ. ആ പാവത്തന്നെ വിട്ടേരും. വിവരങ്ങളുമായി അമൽ സുരേന്ദ്രനാണ് ആലപ്പുഴയിൽ നിന്ന് ചേരുന്നത്. അമല്, അതായത് മുഖ്യമന്ത്രി സത്യത്തിൽ കടന്നാക്രമിക്കുക തന്നെയായിരുന്നു ജി സുധാകരനെ എല്ലാ ഇന്റർവ്യൂകളിലും ചെയ്തിരുന്നത്. നമ്മുടെ ഇന്റർവ്യൂവിൽ പോലും അദ്ദേഹം പറഞ്ഞിരുന്നത് വഞ്ചനാപരമായ നിലപാടെന്നായിരുന്നു. വർഗവഞ്ചകൻ എന്ന നിലയ്ക്ക് തന്നെയായിരുന്നു അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത്. മനുഷ്യനായ ആർക്കെങ്കിലും ഇങ്ങനെ ചെയ്യാനാകുമോ എന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു ചോദിച്ചിരുന്നത്. അപ്പോഴും ജി സുധാകരൻ പക്ഷേ അതിന് മറുപടി പറയാൻ തയ്യാറാകുന്നില്ല. ഒരു മൃദു സമീപനം തന്നെയാണ് മുഖ്യമന്ത്രിയോട് വയ്ക്കുന്നത്. ഒപ്പം ഈ പാർട്ടി വിട്ട് പുറത്തു പോകുമ്പോൾ പോലും അദ്ദേഹം പിണറായി 3ാം മുഖ്യമന്ത്രി ആയാൽ കുഴപ്പമില്ല, പക്ഷേ 3ാം സർക്കാർ വരുന്നതിന്, ഇടതുപക്ഷ സർക്കാർ വരുന്നതിനോട് താല്പര്യമില്ല എന്നടക്കം ഇത്തരത്തിലുള്ള ഒരു മൃദു സമീപനമാണ് എപ്പോഴും സമീപിച്ചിരിക്കുന്നത്. അതേസമയം ജി സുധാകരനെ പറ്റി മറ്റിടത് നേതാക്കൾ പറയുമ്പോൾ അതിനൊക്കെ കർക്കശ്യമുള്ള മറുപടിയുമാണ് നൽകുന്നത്. എന്താവാം ഈ ഒരു ദ്വന്ദ്വ ഉത്തരത്തിനുള്ള കാരണം? എന്താവാം? ഒരുപക്ഷെ ചിലപ്പോൾ 3 തവണയൊക്കെ പിണറായി വിളിച്ചു എന്നുള്ളത് കൊണ്ടും താൻ അതിനോട് പ്രതികരിക്കാൻ അപ്പോൾ തയ്യാറായില്ല എന്നതുകൊണ്ടുമുള്ള കാര്യമൊക്കെ ആയിരിക്കുമോ ഇതിനു പിന്നിൽ? ശ്യാമലി, ഏതായാലും ജി സുധാകരനെ പോലെ ഇത്രമേൽ പാരമ്പര്യമുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് അമ്പലപ്പുഴയിൽ ഇന്ന് UDFന്റെ പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ ബ്ലോക്ക് ജനറൽ ബോഡി യോഗത്തിൽ പങ്കെടുത്ത് ഇറങ്ങുമ്പോഴാണ് മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കാൻ തയ്യാറായത് എന്നത് തന്നെ അമ്പലപ്പുഴയിലെ രാഷ്ട്രീയ സാഹചര്യത്തിന്റെ കൗതുകം വെളിവാക്കുന്ന ഒരു സംഗതിയാണ്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വിവിധങ്ങളായിട്ടുള്ള മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണങ്ങളിൽ ജി സുധാകരനെതിരെ ശക്തമായ വിമർശനമായിരുന്നു മുഖ്യമന്ത്രി ഉയർത്തിയിരുന്നത്. പക്ഷേ അത് ഒട്ടൊക്കെ മറ്റ് രാഷ്ട്രീയ ശത്രുക്കളോട് പറയുന്ന രീതിയിൽ ശബ്ദത്തിലെ കാർക്കശ്യം ഉണ്ടായിരുന്നു എന്ന കാര്യത്തിലൊക്കെ നമുക്ക് സംശയമുണ്ട്. എങ്കിൽ തന്നെയും പാർട്ടി നിലപാടിൽ അടിയുറച്ചു നിന്നുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം. വർഗശത്രുത എന്ന് തന്നെ മുഖ്യമന്ത്രിയും ആവർത്തിക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഒരു മാധ്യമത്തിന് അദ്ദേഹം കൊടുത്ത ഇന്റർവ്യൂവിൽ ഒരു അഭിമുഖം ചെയ്ത ആൾ അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് സുധാകരൻ ചെയ്തത് ഒരു ചെറ്റത്തരം തന്നെയാണ് എന്ന് മുഖ്യമന്ത്രി പറയുന്നു. പക്ഷേ ആ ഒരു കാര്യത്തിനാണ് നമ്മൾ ഇന്ന് സുധാകരനോട് പ്രതികരണം തേടുകയും ജി സുധാകരൻ പക്ഷേ മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ആ ഉത്തരത്തിന് മറുപടി നൽകാതെ മുഖ്യമന്ത്രിയോട് അത്തരത്തിലുള്ള ഒരു ചോദ്യം ചോദിപ്പിച്ച് മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു ഉത്തരം വാങ്ങിയെടുക്കുകയായിരുന്നു ആ അഭിമുഖകാരൻ ചെയ്തത് എന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരു പ്രതികരണമാണ് ജി സുധാകരന്റെ ഭാഗത്ത് നിന്ന് ചോദിച്ചത്. പ്രത്യേകിച്ചും ഈ ചോദ്യം തന്നെ പല വട്ടം മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിച്ചിട്ടും മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഒരക്ഷരം പോലും പറയുവാൻ ജി സുധാകരൻ തയ്യാറായിട്ടില്ല. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മുഖ്യമന്ത്രി പറയുകയുണ്ടായി അഭിമുഖങ്ങളിൽ ജി സുധാകരനെ ഇത്തരത്തിൽ പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് മാറ്റി നിർത്തുവാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി 3 തവണ വിളിച്ചിരുന്നു. അതിൽ ഒരു തവണ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് അംഗങ്ങൾ ജി സുധാകരന്റെ വീട്ടിലെത്തിയപ്പോൾ പോലും ഇത്തരം കാര്യങ്ങൾ മുഖ്യമന്ത്രി വിളിച്ചിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്നാണ് ജി സുധാകരൻ പറഞ്ഞിരുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി തന്റെ അഭിമുഖത്തിൽ വിശദീകരിച്ചിരുന്നു. പക്ഷേ ആ കാര്യങ്ങളെല്ലാം തന്റെ ഫോണിലേക്ക് മുഖ്യമന്ത്രിയുടേതായിട്ടുള്ള നമ്പർ തന്റെ ഫോണിൽ സേവ് ചെയ്തിട്ടുണ്ട്. ആ നമ്പറിൽ നിന്നൊരു കോളും വന്നില്ല എന്നായിരുന്നു ജി സുധാകരന്റെ പ്രതികരണം വന്നത്. അപ്പോൾ പാർട്ടിയോട് ശക്തമായി എതിര് തിരിഞ്ഞ് നിൽക്കുമ്പോഴും അല്ലെങ്കിൽ മുഖം തിരിച്ച് നിൽക്കുമ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയനെ വെറുപ്പിക്കുവാനോ അല്ലെങ്കിൽ അദ്ദേഹത്തോട് കർക്കശമുള്ള ഒരു നിലപാടെടുക്കുവാനോ നാളിതുവരെ ജി സുധാകരൻ ഒരു തരത്തിലും തയ്യാറായിട്ടില്ല. ജി സുധാകരൻ ഇന്ന് നടത്തിയ പ്രതികരണത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ, അത് പി പ്രസാദിനും എ വിജയരാഘവനും എതിരായിട്ടുള്ള ഒരു വിമർശനമായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് എ വിജയരാഘവൻ പറഞ്ഞത്, അല്ലെങ്കിൽ ഇന്ന് രാവിലെയാണ് വിജയരാഘവൻ പറഞ്ഞത്, ജി സുധാകരൻ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ തല കീഴായി പിടിച്ചാണ് വായിച്ചത്, അതുകൊണ്ടാണ് ഇങ്ങനെയായി പോയത് എന്ന്. അക്കാര്യം മാധ്യമപ്രവർത്തകർ ജി സുധാകരനെ അറിയിച്ചപ്പോൾ ജി സുധാകരൻ പറഞ്ഞത് എ വിജയരാഘവൻ നേരെ വെച്ച് വായിച്ചിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ആയതെന്നും എ വിജയരാഘവൻ അമ്പലപ്പുഴയിൽ വന്ന് പ്രസംഗിച്ചാൽ തനിക്ക് ഒരു 5000 വോട്ടെങ്കിലും കൂടത്തേ ഉള്ളൂ എന്നും എ വിജയരാഘവനെ പരിഹസിച്ചുകൊണ്ടാണ് ജി സുധാകരന്റെ ഇന്നത്തെ പ്രതികരണം ഉണ്ടായത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് അമ്പലപ്പുഴ മണ്ഡലത്തെക്കുറിച്ച് നേരാംവിധം അറിയില്ല, അവിടുത്തെ ജനങ്ങളെക്കുറിച്ച് അറിയില്ല. ഈ
ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രമാണ് എ വിജയരാഘവൻ മണ്ഡലത്തിലെത്തുന്നത്. ഒരു സന്ദർശകനെ പോലെ എത്തി പറഞ്ഞു പോവുകയാണ് എന്ന് പറഞ്ഞ് ജി സുധാകരൻ പക്ഷേ പി പ്രസാദിനെതിരെ തന്റെ വിമർശന മുന കഴിഞ്ഞ ദിവസത്തേതുപോലെ തന്നെ മൂർച്ഛിപ്പിച്ച് നിർത്തുകയായിരുന്നു. ശക്തമായ വിമർശനമാണ് പി പ്രസാദിനെതിരെ ഉയർത്തിയത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചെറിയൊരു പയ്യനോട് 6000 പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് മാത്രമാണ് പി പ്രസാദിന് ജയിക്കാൻ സാധിച്ചത്. താൻ മന്ത്രിയായിരുന്ന സമയത്ത് കുട്ടനാട് അടക്കമുള്ള വിഷയങ്ങളിൽ താൻ ഇടപെട്ടതാണ്. അന്ന് പി പ്രസാദ് ആയിരുന്നുവെങ്കിൽ ഉടുതുണിയില്ലാതെ ഓടുന്ന അവസ്ഥയുണ്ടാകും എന്ന തരത്തിലുള്ള അല്പമൊക്കെ ആക്ഷേപകരമായി കൂടി തോന്നാവുന്ന തരത്തിലുള്ള ഒരു വിമർശനമായിരുന്നു പി പ്രസാദിനെതിരെ ജി സുധാകരൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ ചേർത്തലയിൽ എത്തി പി പ്രസാദിനെതിരെ പ്രസംഗിക്കുമെന്ന് ജി സുധാകരൻ ഒന്നുകൂടി ഉറപ്പിച്ചു പറയുന്നു. അക്കാര്യം എന്നാണ് ദിവസങ്ങൾ എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എന്നും CPI യിൽ നിന്ന് പി പ്രസാദ് അല്ലാതെ മറ്റൊരു നേതാവും തനിക്കെതിരെ സംസാരിച്ചിട്ടില്ല എന്നും ജി സുധാകരൻ പറഞ്ഞു. ശ്യാമിലി.